السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള വിശദീകരണം, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൽമിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചു. അതേപോലെ തന്നെ ഇൽമ് തേടുന്നതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള മാർഗം, പിന്നെ അസ്മാ വസിഫാത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട സമീപനം. അതിൽ അദ്ദേഹം ആദ്യം ഉത്തരം പറഞ്ഞു, ഇൽമിനെ രണ്ടാക്കി തിരിച്ചു. ഏതൊക്കെയാണ് ആ രണ്ടാക്കി തിരിച്ചത്? ആരാന്ന് പറ. രണ്ട് തരത്തിൽ ഇൽമിനെ തിരിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഫർള് ഐനും ഫർള് കിഫായ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫർള് ഐന് ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഫർള് കിഫായ ആണെങ്കിൽ ആ സമൂഹത്തിൽ ഏതാനും ആളുകൾ ചെയ്താൽ അത് ഇതാവും. പിന്നെ ഫസ്റ്റ് തുടങ്ങേണ്ട കിതാബ് ഏതാ പറഞ്ഞ? ആദ്യം ഏത് പഠിച്ചു തുടങ്ങണം? ഖുർആൻ. പിന്നെ രണ്ടാമത് സുന്നത്ത്. പിന്നെ ആ ഖുർആനും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാ പറഞ്ഞത്. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും സുന്നത്തും ഓരോരുത്തരും ഖുർആൻ എടുക്കുക, സുന്നത്ത് എടുക്കുക, എന്നിട്ട് ഓരോരുത്തരുടെ തലക്കനുസരിച്ചിട്ടുള്ളത് വ്യാഖ്യാനം പറയാം, അർത്ഥം പറയാം, വിശദീകരിക്കല്ല. പിന്നെ ഇവിടെ ഫഹ്മു സ്വഹാബ, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ എങ്ങനെയുള്ള കിതാബുകളാണ് ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്? ആദ്യം ചെറിയ ഗ്രന്ഥങ്ങളാണ് വായിച്ചു തുടങ്ങേണ്ടത്. കുത്തൈബാത്തുകൾ, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ. അത് ഹദീസിന്റേതാണെങ്കിലും അഖീദന്റേതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളാണ് ആദ്യം തുടങ്ങേണ്ടത്. മനസ്സിലാണ്ടല്ലോ. അതുകൊണ്ടാണ് ഉലമാക്കൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിക്കണില്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അഖീദത്തുൽ വാസിത്തി എത്ര ചെറുത? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ. എന്നാലും മജ്മൂ ഫതാവ. അപ്പോ അതതിന്റെ ലക്ഷ്യതാണ്. അപ്പൊ അത് ഓരോന്നും അങ്ങനെ തന്നെ. അപ്പൊ അതിന്റെ ഒരു തർത്തീബുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ അത് അങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ അതിനുശേഷം വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് പോവാന്നുള്ളതാ പറഞ്ഞത്. പിന്നെ പിന്നെ അഖീദന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റിയ ചെറിയ മുഖ്തസറായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരേതാ? അഖീദത്തുൽ വാസ്തിയ. ആ പിന്നെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? അഖീദത്തുൽ വാസ്തിയന്റെ അതിൽ കാര്യമായിട്ട് അള്ളാഹുവിന്റെ അസ്മാ വസിഫത്തുകളെ കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. നോക്കാം, ബാക്കി നോക്കാം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ബാക്കി വിശദീകരിക്കുകയാണ്. അപ്പൊ ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മാർഗം വിശദീകരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് മുഖ്തസറായിട്ടുള്ള ഒരു കിതാബ് അദ്ദേഹം പരിചയപ്പെടുത്തിയ അഖീദത്തുൽ വാസിത്തിയ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അതിന്റെ പ്രത്യേകത, അതിൽ അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മാ കൈഫ തുസ്താമിലു ഹാദിഹിൽ അദില്ല, ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അസ്മാകളിലും അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾ എങ്ങനെ ഒരാൾ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ മനസ്സിലാക്കണം എന്നിട്ട് പറഞ്ഞു. അവിടെ സലീമായിട്ടുള്ള മനഹജ്, ശരിയായിട്ടുള്ള മാർഗം, അൻ യുജ്രിഹൽ ഇൻസാനു അലാ ലാഹിരിയ, ഇതാണ് അത്
നമ്മൾ ഹിഫ്ളാക്കി വെക്കേണ്ട ഒരു പദം അൻ യുജ്രിഹ അൽ ഇൻസാനു അലാ ലാഹിരിഹ. അതിന്റെ ലാഹിറായിട്ടുള്ള ബാഹ്യമായ അർത്ഥത്തിൽ അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, ഹദീസുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ. ഒരു അറബി പദം ഉണ്ടാവും, ആ പദത്തിന്റെ ലാഹിറായ ബാഹ്യമായ അർത്ഥം എന്താണോ അതിന് ആ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ നിലനിർത്തണം. അതെങ്ങനെ ഇരിക്കണം? അല്ലായഖു ബില്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ തന്നെ അതിനെ നിലനിർത്തുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫയുജ്രിഹ അലാ മാ യദുല്ലു അലൈഹി ളാഹിറുഹ ലാകിൻ മിൻ ഗൈരി തംസീലിൻ വലാ തകീഫിൻ. പഠിച്ചേക്കേണ്ട രണ്ട് പദങ്ങളാണ്, തംസീൽ കൂടാതെ തകീഫ് കൂടാതെ. തംസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ അവന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നതിനാണ് തംസീൽ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ അവന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക, അതിനോട് സാമ്യപ്പെടുത്തുക, അതിനോട് ഉദാഹരിക്കുക, അതിനാണ് തംസീൽ. അപ്പൊ തംസീൽ ഇല്ലാതെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തംസീൽ പാടില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളെ അവന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തരുത്, അതിനോട് സാമ്യപ്പെടുത്തരുത്, അതിലില്ലാതെ. അതാണ് തംസീൽ. പിന്നെ തക്കീഫ്, കൈഫിയത്ത് പറയാന്നാണ് പറയാം. തംസീൽ പാടില്ല, തക്കീഫ് പാടില്ല. തക്കീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൈഫിയത്ത്, അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് എന്നുള്ളത് പറയാം. അതാണ് കൈഫിയത്ത്, അതാണ് തക്കീഫ്. കൈഫ, എങ്ങനെ. അപ്പൊ തംസീൽ കൂടാതെ തക്കീഫ് കൂടാതെയാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ, അസ്മാകളെ ഒരാൾ അംഗീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. അതാണ് അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ തംസീൽ പാടില്ല, തക്കീഫ് പാടില്ല. ഇനി അതിന്റെ ഉദാഹരണങ്ങൾ പറയണം. ഫൈദ ഖറ ഖൗലല്ലാഹി തആല യുഖാതിബു ഇബ്ലീസ. ഇബ്ലീസിനോട് സംസാരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ എന്ന ആയത്ത്. ആയത്തിന്റെ അർത്ഥം എന്താ? മാ മനഅക, എന്താണ് നിന്നെ തടഞ്ഞത്? അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ രണ്ട് കൈകൾ കൊണ്ട് സൃഷ്ടിച്ച, എന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിന്നെ തടഞ്ഞത് എന്താണ്? ഇബ്ലീസിനോട് അല്ലാഹു ചോദ്യം ചെയ്യാണ്. നീ അഹങ്കാരികളുടെ കൂട്ടത്തിൽ പെട്ടതാണോ അതിന്റെ കാരണം? എന്നിട്ട് ഈ ആയത്ത് തെളിവ് കൊണ്ടുവന്നത് എന്തിനാണ്? ഇവിടെ ആമന ബി അന്ന ലില്ലാഹി യദൈനി ഇസ്നതൈനി ഹഖീഖത്തൻ. ഈ ആയത്തിൽ അള്ളാഹുവിന് രണ്ട് യദൈനി, യദുന്നുള്ളതിന്റെ അർത്ഥം എന്താ? കൈ. യദൈനി, രണ്ട് കൈകൾ. ഈ ആയത്തിൽ നിന്ന് എന്താ മനസ്സിലായി? അള്ളാഹുവിന് രണ്ട് കൈകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ആ കൈകൾ ഉണ്ട് എന്നുള്ളതിന് എങ്ങനെ വിശ്വസിക്കണം? ഹഖീഖത്തൻ, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണം. യദുൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അറബിയില് കൈ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഹഖീഖത്തായിട്ടുള്ള അർത്ഥം എന്താണ്? കൈകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ലാ മജാസ ഫിഹ. അവിടെ കൈകൾ എന്നുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് മജാസിയാണ് എന്നുള്ളത് ഒരാൾ പറയാൻ പാടില്ല. മജാസ് എന്നുള്ള പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചതാണ് എന്നുള്ളത് പറയരുത്. അവിടെ യദുൻ എന്നുള്ളതിന്റെ ഹഖീഖത്ത് ആയിട്ടുള്ള അർത്ഥം എന്താ? ഹഖീഖയായിട്ടുള്ള അർത്ഥം കൈകൾ എന്നുള്ളതാണ്. അപ്പൊ ആയത്തിൽ നിന്ന് മനസ്സിലായി അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അള്ളാഹുവിന് കൈകളുണ്ട്. എന്താണ് ആയത്തിന്റെ അർത്ഥം? മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിനെ, ആ ആദമിനെ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്കുള്ള കാരണം എന്താണ്? ഈ ആയത്തിൽ എന്ത് കിട്ടി? അള്ളാഹുവിന് കൈകൾ എന്നുള്ള സിഫത്തുണ്ട് എന്നുള്ളത് കിട്ടി. അത് ഹഖീഖത്തായിട്ട് തന്നെ അംഗീകരിക്കണം. അത് മജാസി എന്നുള്ളത് പറയാൻ പാടില്ല. മജാസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം ഇനി പറയുന്നുണ്ട്. ആലങ്കാരികമാണ് എന്നുള്ളത് പറയാൻ പാടില്ല. വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആയത്ത് പഠിച്ചേക്കണം, അതിന്റെ വിശദീകരണം. ലാക്കിൻ നോക്കോ, അദ്ദേഹം പറയുന്നത് ലാ യജൂസു, ജായിസ് അല്ല, അൻ യഖൂല, ഒരാൾ പറയൽ എന്ത്? കൈഫിയത്തുഹുമാ കദാ വ കദാ, അള്ളാഹുവിന് രണ്ട് കൈകളുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ കൈഫിയത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പാടില്ല. കൈഫിയത്ത് പറയാൻ പാടില്ല. വലാ അൻ യഖൂല, അതേപോലെ തന്നെ അവൻ പറയാൻ പാടില്ല ഇന്നഹും മിസ്ലു ഐദിൽ മഖ്ലൂഖീൻ, അത് സൃഷ്ടികളുടെ കൈകൾ പോലെയാണെന്നുള്ളത് പറയാനും പാടില്ല. രണ്ടും പറയാൻ പാടില്ല. ഫലാ യുമസ്സിലു വലാ യുകയ്യിഫു, തംസീലും പാടില്ല, തക്കീഫും പാടില്ല. ആ കൈകൾ ഇങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പാടില്ല.
അല്ലെങ്കിൽ ആ കൈകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൈകൾ പോലെയാണെന്ന് പറഞ്ഞിട്ട് സൃഷ്ടികളോട് തുല്യപ്പെടുത്താനും പാടില്ല. അതാണ് തംസീലും തക്കീഫും. അപ്പൊ അള്ളാഹുവിന് 2 കൈകളുണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നത് തക്കീഫ് ഇല്ലാതെ തംസീൽ ഇല്ലാതെ ഇരിക്കണം. അപ്പൊ തക്കീഫും തംസീലും മനസ്സിലായല്ലോ. ആയത്ത് പറഞ്ഞു, ആ ആയത്തിൽ അള്ളാഹുവിന്റെ കൈകൾ എന്നുള്ളത് പറഞ്ഞു. അറബിയിൽ യദ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കൈകൾ എന്നുള്ളതാണ്. ആ അർത്ഥത്തിന് അത് എടുക്കണം. എന്നാൽ അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അത് ഇന്ന രൂപത്തിലാണ് എന്നുള്ളത് പറയാൻ പാടില്ല. അതല്ലെങ്കിൽ അത് സൃഷ്ടികളുടെ കൈകൾ പോലെയാണ് എന്നുള്ളത് പറയാൻ പാടില്ല. അതാണെന്ത്? തംസീല് തക്കീഫ്. തക്കീഫും തംസീലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. തക്കീഫ് എന്നുള്ളത് ഒരു രൂപം പറയാം, തംസീൽ എന്നുള്ളത് അതിനൊരു ഉദാഹരണം കൂടി പറയാം. രണ്ടും പാടില്ല. എല്ലാ തംസീലും തക്കീഫാണ്, എന്നാൽ എല്ലാ തക്കീഫും എന്തല്ല? തംസീലല്ല. അതാണ് വ്യത്യാസം. എല്ലാ തക്കീഫും തംസീലല്ല, എല്ലാ തംസീലും തക്കീഫാണ്. അപ്പൊ അത് ഇന്ന രൂപത്തിലാണെന്നുള്ളത് പറയാം. എന്നിട്ട് അതിന്റെ ഉദാഹരണം കൂടി കൊണ്ടുവരുമ്പോ എന്തായി? അത് കൈഫിയത്തുമായി, പിന്നെ തംസീലുമായി. രണ്ടും പാടില്ല. ഇനി വേറെ ഉദാഹരണം, വക്കദാലിക, അപ്രകാരം തന്നെ ഇതാ ഖറാ ഖൗലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വായിക്കുകയാണ്. എന്താണ് ഹദീസ്? ഇന്ന ഖുലൂബ ബനി ആദമ കുല്ലഹ ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ. ആദം സന്തതികളുടെ എല്ലാവരുടെയും ഹൃദയം എന്നുള്ളത് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലെ 2 വിരലുകൾക്കിടയിലാണ്. അള്ളാഹുവിന്റെ വിരലുകളിൽപ്പെട്ട 2 വിരലുകൾക്കിടയിലാണ്. ഖൽബിൻ വാഹിദിൻ, ഒരൊറ്റ ഹൃദയം പോലെയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരുടെയും ഖൽബ് എന്നുള്ളത് അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. ഇവിടെ അസാബിഉ കണ്ടോ, ഇവിടെ അസാബിഉർ റഹ്മാൻ, പരമകാരുണ്യകന്റെ വിരലുകൾ. അസാബി എന്നുള്ളതിന് അറബി ഭാഷയിൽ അർത്ഥം എന്താ? വിരലുകൾ. അവർ റഹ്മാനിന്റെ 2 വിരലുകൾക്കിടയിലാണ് എല്ലാ മനുഷ്യരുടെയും ഹൃദയം. അതൊരൊറ്റ ഹൃദയം പോലെയാണ്. യുസരിഫുഹു ഹൈസു യശാ. അതിന്റെ ഹദീസിന്റെ വിശദീകരണങ്ങൾ നമ്മൾ അത് വേറെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അതിനെ തിരിച്ചു മറിച്ച് കൊണ്ടിരിക്കും. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്താണ് ആ ദുആ, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുസദ്ദിഫൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ്. അപ്പൊ നമ്മുടെ ഹൃദയം എന്നുള്ളത് അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ഹദീസിന്റെ തഖ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആയത്ത് കൊണ്ടുവന്നു ഒരു ഹദീസ്. എന്നിട്ട് ഇബ്നു സൈം പറയണം, ഫയുസബ്ബിതു ലില്ലാഹി അസ്സ വജല്ല അസ്വാബിയ. ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിന് വിരലുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തി. വിരലുകൾ ഉണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടി. വലാകില്ല യുമസ്സിലു വലാ യുകയ്യിഫ്, ഇതാണ് വിഷയം. പക്ഷെ ആ വിരലുകൾക്ക് തംസീൽ പാടില്ല, കൈഫിയത്തും പാടില്ല. കണ്ടോ, വിരലുകൾ ഉണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. പക്ഷെ അതിന്റെ കൈഫിയത്ത് പറയാൻ പാടില്ല, അതിന് തംസീലും പാടില്ല. ഫലാ യഖൂലു, അവൻ പറയരുത് ഇന്ന അസ്വാബി അല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ വിരലുകൾക്ക് അസ്വാബിൽ മഖ്ലൂഖി, അവന്റെ സൃഷ്ടികളുടെ വിരലുകൾ പോലെയാണെന്നുള്ളത് പറയാൻ പാടില്ല. വലാ യുകയ്യിഫു, രൂപം പറയാനും പാടില്ല. സിഫത്തൻ മുഅയ്യനൻ, ഒരു നിശ്ചിത രൂപം, ഒരു നിർണിത രൂപം പറയാനും പാടില്ല. യുഖദ്ദിറുഹാ ഫീ ദിഹ്നിഹി ലിഹാദിഹിൽ അസ്വാബി, അവന്റെ മനസ്സിൽ ഈ വിരലുകൾക്ക് ഒരു രൂപം അവൻ കാണുക, അവന്റെ മനസ്സിലൊരു രൂപം അവനെ സങ്കല്പിച്ചുണ്ടാക്കുക, അതും പാടില്ല. അതിന് തംസീൽ പറയാനും പാടില്ല. കണ്ടോ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവന്റെ മനസ്സിലൊരു രൂപം അവൻ സങ്കല്പിച്ചുണ്ടാക്കുക, തക്കീഫ്, അത് പാടില്ല. അള്ളാഹുവിന് വിരലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിരലുകളുണ്ട്. എന്നാൽ അതിന്റെ കൈഫിയത്ത്, കൈഫ്, ആ വിരലുകൾ എങ്ങനെയാണ്, അത് പാടില്ല. നമ്മുടെ മനസ്സിലെ രൂപം ഉണ്ടാക്കാൻ പാടില്ല. ഇനി അതിനൊരു തംസീല്, ആ വിരലുകൾ അവന്റെ സൃഷ്ടികളുടെ വിരലുകൾ പോലെയാണെന്നുള്ളത് പറയാം, തംസീലും പാടില്ല. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണത്. ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണത്. മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും തെറ്റിപ്പോയൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. അള്ളാഹുവിന്റെ സിഫത്തുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ അതിന് തംസീൽ പാടില്ല, തക്കീഫ് പാടില്ല. അപ്പോ ഹദീസിനൊരു ഉദാഹരണം പറഞ്ഞു.
ഉപദലീലു ഹാദ, ഈ പറഞ്ഞതിന്റെ തെളിവ് എന്ത്? തക്കീഫും പാടില്ല, തംസീലും പാടില്ല എന്ന് പറഞ്ഞാലോ. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ പറയുന്നതിന് ഇതെന്താ? അതിന്റെ തെളിവ് ഇതാണ്. എന്താ തെളിവ്? പിടിച്ചോ. അങ്ങനെ തക്കീഫ് പാടില്ല, തംസീൽ പാടില്ല എന്നുള്ളതിന്റെ തെളിവ് അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖാതബനാ ഫിൽ ഖുർആൻ ബിൽ ലഗത്തിൽ അറബിയ, നമ്മളോട് അല്ലാഹു സംസാരിച്ചത് മലയാളത്തിലല്ല, അറബി ഭാഷയിലാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലല്ല, അറബിയിലാണ് അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ സംസാരിച്ചത്. ഫമദല്ല അലൈഹിൽ ലഫ്ളു ഫിൽ ലഗത്തിൽ അറബിയ്യ ഫഹുവ സാബിതുൻ. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഒരു ലഫ്ള് സ്ഥിരപ്പെട്ടാൽ അതിന്റെ അർത്ഥത്തെ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരപ്പെടുത്തണം. അതിന്റെ അർത്ഥം സ്ഥിരീകരിക്കണം. കാരണം അള്ളാഹു നമ്മളോട് സംസാരിച്ചത്, നമുക്കിത് പഠിപ്പിച്ചെന്നത് അറബിയിലാണ്. അപ്പൊ അത് സ്ഥാപിത്താക്കണം, അതിനെ സ്ഥിരപ്പെടുത്തണം. കാരണം ലിഖൗലില്ലാഹി തആല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയൻ, ഈ ഖുർആനെ നാം അറബിയിലാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തഅഖിലൂൻ, ആ ഖുർആൻ നിങ്ങൾ ചിന്തിച്ചു പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരായത്ത്. 2, നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീനാണ് ഈ ഖുർആൻ കൊണ്ടുവന്നിട്ടുള്ളത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, നീ താക്കീത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, താക്കീത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതിന് വേണ്ടിയിട്ട്. ബിലിസാനിൻ അറബിയ്യൻ മുബീൻ, ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള അറബി ഭാഷയിലാണ്. അപ്പൊ ഖുർആന്റെ പദങ്ങൾ അറബിയാണ്, അറബി ഭാഷയിലാണ്. ആയത്ത് നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഫബയ്യന അല്ലാഹു തആല, ഇവിടെ അല്ലാഹ് വ്യക്തമാക്കി, അന്നഹു അൻസല ഖുർആന വസയ്യറഹു ബിൽ ലഗത്തിൽ അറബിയ്യ മിൻ അജ്ലി അൻ നഖലഹു വ നഫഹു. അല്ലാഹു ഈ ഖുർആനെ അറബി ഭാഷയിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളത് ഗ്രഹിക്കാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. വഹാദിഹി ഹിയൽ ആദ, ഇത് അള്ളാഹുവിന്റെ നടപടിക്രമം ഇങ്ങനെ തന്നെയാണ്. ഫീ ഇർസാലില്ലാഹി തആല അർ-റുസുല, ഏതെല്ലാം പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹു അയച്ചിട്ടുള്ളത് ആ സമൂഹത്തിന്റെ ഭാഷയിലാണ്. അതിന്റെ തെളിവ് യുർസിലുഹുല്ലാഹു തആല ബിലുഗത്തി അഖ്വാമിഹിം ലിയുബയ്യിനൂ ലഹും, കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാണല്ലോ, അതുകൊണ്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കണ്ടേ. അപ്പൊ അവർക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വമാ അർസൽന മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, കണ്ടോ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ആ ഖൗമിന്റെ ലിസാനിൽ. അവിടെ ലിസാൻ എന്ന് പറഞ്ഞാൽ ലുഗത്ത് എന്നാണ് അർത്ഥം, ഭാഷ എന്നാണ് അർത്ഥം, നാവ് എന്നല്ല. ആ സമുദായത്തിന്റെ ഭാഷയിലല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. അതെന്തിനാണ്? ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ആയത്തുകൾ എന്തിനാണ് ഉദ്ധരിച്ചത്? അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അറബി ഭാഷയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ എന്താണോ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം, ആ അർത്ഥം സ്ഥിരപ്പെടുത്തണം. അതിന് തംസീൽ പാടില്ല, തക്കീഫ് പാടില്ല. ഇനി ഫനുജിരി ആയാത്തി സിഫാത്തി അലാമാ തഖ്തളിഹി അൽ-ലുഗത്തുൽ അറബിയ്യ, അതുകൊണ്ട് അറബി ഭാഷ അതിന്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ സിഫാത്തുകളെ നമ്മൾ സ്ഥിരപ്പെടുത്തണം. ലാകിന്നന ലാ നുമസ്സിലു വലാ നുകയ്യിഫു, തംസീൽ പാടില്ല, നമ്മൾ തംസീൽ ചെയ്യരുത്, തക്കീഫ് ചെയ്യാൻ പാടില്ല. അമ്മ അദമു തംസീലി, ഇനി തംസീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? തംസീൽ പാടില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? അള്ളാഹുവിന്റെ സിഫത്തുകളെ അവന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തരുത്, സാദൃശ്യപ്പെടുത്തരുത്, സാമ്യപ്പെടുത്തരുത്, ഉദാഹരണങ്ങൾ പറയരുത്. അതിന്റെ തെളിവെന്താ? ഫലിഅന്നല്ലാഹു തആല നഹാന അൻ നദ്രിബ ലില്ലാഹി അൽ മസല, കാരണം അത് അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നത് അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്, അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്താ തെളിവ്? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഉദാഹരണമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടിറങ്ങിയാലേ നിങ്ങൾക്ക് ഇത് തിരിയുള്ളൂ ശരിക്ക്. പ്രത്യേകിച്ചും കേരളത്തിലെ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കണ്ടിറങ്ങിച്ചാലും എ മുതൽ സെഡ് വരെയുള്ള പാട്ടിനടുത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഈ സിഫാത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം തെറ്റിപ്പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ തംസീൽ പാടില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, ഈ ആയത്തെ ഹിഫ്ളാക്കി വെച്ചോ. അള്ളാഹുവിന് നിങ്ങൾ മസലകൾ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് നിങ്ങൾ തുല്യന്മാരുണ്ടാക്കരുത്. നെളീറാണ്, കുഫൂനാണ്, നിദ്ദാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന് നിദ്ദുകൾ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് കുഫു ഉണ്ടാക്കരുത്, അള്ളാഹുവിന് നെളീർ ഉണ്ടാക്കരുത്. അതാണ് ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ എന്നുള്ളതിന്റെ അർത്ഥം.
അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരുണ്ടാക്കരുത്. ഇന്നല്ലാഹ യഅലം വഅൻതും ലാ തഅലമൂൻ. കാരണം അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിവില്ലാത്തവരാണ്. നഹ്ലിലെ 74-ാമത്തെ ആയത്ത് ഒരായത്ത് തെളിവ് പറഞ്ഞു. അതിലെന്ത് പറഞ്ഞു? ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ. കണ്ടോ? അപ്പൊ അവിടെ ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, സൃഷ്ടികളോട് തുല്യപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്തെ ആയത്ത് തെളിവതാ ഫഖാല സുബ്ഹാനഹു വ തആല, അല്ലാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. കണ്ടോ? കമിസ്ലിഹി, അല്ലാഹുവിന് തുല്യനായിട്ട് ഒന്നുമില്ല. പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്താം? അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഐന് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ ഐന് കണ്ണുപോലെയാണ്, അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈകൾ പോലെയാണ് എന്നുള്ളത് എങ്ങനെ പറയാം? അള്ളാഹ് പറഞ്ഞത് എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലൊന്നുമില്ല, ഒരു സംഗതിയില്ല. വഹുവ സമീഉൽ ബസീർ, എന്നാൽ അള്ളാഹു സമീആണ്, ബസീറാണ്. കണ്ടോ? അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകളോടെ പറഞ്ഞു ചെയ്തു. അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്. അപ്പൊ സമഅ് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്, ബസർ എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. പക്ഷെ എന്ത് പാടില്ലേനും? ലൈസ കമിസ്ലിഹി ഷൈഉൻ. രണ്ടും ഒരൊറ്റ ആയത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകളെ സ്ഥിരപ്പെടുത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന്റെ ആ സിഫത്തുകൾക്ക് തുല്യനായിട്ട് ആരുമില്ല. അപ്പൊ അള്ളാഹുവിന് തംസീൽ പാടില്ല. ശൂറയിലെ 11-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത് റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ റബ്ബാണ് അവൻ, അത് രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെ റബ്ബാണ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. ആ ഇബാദത്ത് എടുക്കുന്നതിൽ ക്ഷമയോടുകൂടിയിട്ട് ഉറച്ചു നിൽക്കണം. ഹൽ തഅലമു ലഹു സമീയ, സമീയ എന്നുള്ളതിന്റെ അർത്ഥം നളീർ, കുഫ്, നിദ്. ഹൽ തഅലമു, നിനക്കറിയുമോ, ലഹു അള്ളാഹുവിനോട്, സമീയൻ, നിദ്ദ, കുഫുവ, നളീറ, അള്ളാഹുവിനോട് തുല്യനായ ഒരാളെ നിനക്കറിയുമോ? ഹൽ തഅലമു ലഹു സമീയ, സമീയ, നളീറ, നിദ്ദ. അപ്പൊ അള്ളാഹുവിനോട് തുല്യനായ മറ്റൊരാളെ നിനക്കറിയുമോ? പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളെ നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തും? കാരണം ഹൽ തഅലമു ലഹു സമീയ. അപ്പൊ അള്ളാഹുവിന് തുല്യനായിട്ട് ആരും ഇല്ല. അപ്പൊ അതിന് തെളിവുകൾ പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞ മൂന്നായത്തുകൾ എന്തിന്റെ തെളിവാണ്? തംസീൽ പാടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. തംസീല് പാടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി അമ്മ അദമു തകീഫ്, ഇനി കൈഫിയത്ത് പാടില്ല, അതിന്റെ കൈഫിയത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ തെളിവ് എന്താ പറഞ്ഞാൽ കൈഫിയത്ത്? അതിന്റെ തെളിവ് അള്ളാഹുവിന്റെ ഈ ആയത്താണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. വലാ തഖഫു, ഇവിടെ വഖഫാന്നല്ല, ഖഫാന്നാണ്. നിൽക്കരുത് എന്നല്ല, പിൻപറ്റരുത് എന്നാണ്. അല്ലെങ്കിൽ വലാ തഖുൽ എന്നാണ്, വലാ തത്തബി എന്നാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത കാര്യം നീ പിൻപറ്റരുത്, അറിവില്ലാത്ത കാര്യം നീ പറയരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ഇതെല്ലാം തന്നെ എന്താണ്? അവന്റെ ഹൃദയങ്ങൾ എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ വിഷയത്തിലുള്ള തെളിവ് എന്താ? കൈഫിയത്ത് പാടില്ല എന്നുള്ളതിന് ഈ ആയത്ത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. കാരണം അതിന്റെ കൈഫിയത്ത് അല്ലാഹ് പറഞ്ഞു തന്നിട്ടില്ല. ഈ ആയത്തിന്റെ തെളിവ് എന്താ? നിനക്ക് അറിവില്ലാത്തത് നീ പറയരുതെന്നാണ്. അറിവില്ലാത്തതിൽ നീ പിൻപറ്റരുത്. അപ്പൊ അള്ളാഹുവിന് എതുണ്ടെന്ന് പറയുമ്പോ അതിന്റെ കൈഫിയത്ത് ഒന്നുകിൽ ഖുർആനിലുമാണോ അല്ലെങ്കിൽ ഹദീസിലുമാണോ? അത് രണ്ടിലും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ കൈഫിയത്ത് എങ്ങനെ നമ്മൾ പറയാം? അതല്ല വിരോധിച്ചിട്ടുണ്ട്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തത് നീ പറയരുത്. അപ്പൊ സംഗതി വളരെ ക്ലിയറാണ്. ഓരോന്നിനും അഹ്ലുസുന്നത്ത് അല്ലെങ്കിൽ സലഫികൾ പറയുന്നതിന്റെ തെളിവുകളാണ് ഈ പറയുന്നത്. അടുത്ത ആയത്ത് ഒരായത്ത് തെളിവ് പറഞ്ഞു. 2 ഖുൽ ഇന്നമാ ഹറമ റബ്ബി, പറഞ്ഞേക്കുക എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ള ഫവാഹിഷത്തുകളാണ്, നീചവൃത്തികളാണ്. മാലാഹറ മിൻഹാ വമാ വതൻ, അത് പ്രത്യക്ഷമായതും പരോക്ഷതുമായ എല്ലാ ഫവാഹിഷത്തുകളും അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്. ഇസ്മു, പാവം ഹറാമാക്കിയിട്ടുണ്ട്. ബിഗൈരിൽ ഹക്കി, അന്യായമായിട്ടുള്ള അതിക്രമം ഹറാമാക്കിയിട്ടുണ്ട്. വാൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹു ആകട്ടെ അതിലൊരു സുൽത്താനും ഒരു ദലീലും അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്താണ്? ഹറാമാക്കിയിട്ടുള്ളത് വാൻ തഖൂലു,
നിങ്ങൾ പറയുന്നതും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അലല്ലാഹി അല്ലാഹുവിനെ കുറിച്ച് മാല തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത് അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും ഗൗരവമുള്ളത് ഈ അവസാനം പറഞ്ഞതാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിയില്ലാത്തത് പറയാം, അള്ളാഹുവിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത്, അള്ള പഠിപ്പിക്കാത്തത്, അവന്റെ റസൂൽ പഠിപ്പിക്കാത്തത് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് പറയുമ്പോ അതിന്റെ കൈഫിയത്ത് ഇങ്ങനെയാണെന്ന് തോന്നുന്നെങ്കിൽ അള്ള പറഞ്ഞു തരണം, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു തരണം. അപ്പൊ ഖുർആനിലും ഹദീസും ഇല്ലാതെ എങ്ങനെ നമ്മൾ അതിന്റെ കൈഫിയത്ത് പറയാം? അത് അള്ളാഹു നിഷിദ്ധാക്കിയിട്ടുണ്ട്. എന്താ തെളിവ്? അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഉണ്ടോ? നിങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയാം. അത് അള്ളാഹ് ഹറാമാക്കിയിട്ടുണ്ട്. അവ തംസീൽ പാടില്ല എന്നുള്ളതിന്റെ തെളിവുകൾ പറഞ്ഞു. തക്കീഫ്, അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് കൈഫിയത്ത് പറയാം, അത് പാടില്ല എന്നുള്ളതിന്റെ തെളിവുകൾ പറഞ്ഞു. വമിനൽ മഅലൂമി അറിയപ്പെട്ട കാര്യമാണ് അന്നല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ബറനാ അൻ സിഫാതി. അല്ലാഹു തആല അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ വലം യുഖ്ബിർനാ അൻ കൈഫിയത്തി, അതിന്റെ കൈഫിയത്ത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഫൈദ ഹാവല്ല അൻ കൈഫ, ഇനി അതിന്റെ കൈഫിയത്ത് പറയാൻ നമ്മൾ മുതിർന്നാലോ? അതിന്റെ കൈഫിയത്ത് പറയാൻ മുതിർന്നാൽ സിർനാ മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, നമ്മൾ എന്താകും? അള്ളാഹുവിനെ കുറിച്ച് കളവ് പറഞ്ഞ കൂട്ടത്തിലായി തീരും. കാരണം അതിന്റെ കൈഫിയത്ത് അറിയണ്ടേ, അള്ള പഠിപ്പിച്ചു തരണ്ടേ? അള്ള പഠിപ്പിച്ചു തരാത്തത് നമ്മൾ പറഞ്ഞാൽ എന്താ? നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കളവ് പറഞ്ഞു. അള്ളാഹുവിനെ സംബന്ധിച്ച് കളവ് പറയാന്നുള്ളത് അള്ളാഹ് ഹറാമാക്കിയിട്ടുണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹാദിഹിൽ ഖായിദ, ഇതാണ് ഖായിദ, പഠിച്ചോളി. ഇതാണ് നിയമം, ഇത് നിയമമാണ്, തത്വമാണ്, ഉസൂലാണ്. ഫി ബാബി അസ്മാഇല്ലാഹി വസിഫാത്തി, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും അസ്മാകളെ കുറിച്ചുള്ള പഠനത്തിന്റെ അടിത്തറ ഇതാണ്. എന്ത്? തക്കീഫില്ല, കൈഫിയത്തില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് അത് രണ്ടും പാടില്ല. വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതിന് വേറെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിന് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരണം കൊടുക്കണം. അപ്പൊ ഈ രൂപത്തിലാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഖായിദ. ഈ നിയമം നമ്മൾ പഠിച്ചു വെക്കണം. അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ കുറിച്ച് പറഞ്ഞാലും. ഫലു ഖാലിലൊക്കെ ഖായിലുൻ, കേട്ടോ. ഇനി ഒരാൾ നിന്നോട് പറഞ്ഞാൽ അൽ മുറാദു ബിൽ യദൈനി, നേരത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ രണ്ട് കൈകൾ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ രണ്ട് കൈകൾ കൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞല്ലോ. ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കൈകൾ കൊണ്ടുള്ള ഉദ്ദേശം അൻ നിഅമതു അവിൽ ഖുദ്റ. അവിടെ പറഞ്ഞിട്ടുള്ള യദൈനി, അതുകൊണ്ടുള്ള ഉദ്ദേശം നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവാണെന്നുള്ളത് പറയാം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ യദ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൈയല്ല, അവിടെ അള്ളാഹുവിന്റെ നിഅമത്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ അള്ളാഹുവിന്റെ ഖുദ്റത്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരാൾ പറഞ്ഞാൽ ഫബികുല്ലി സുഹൂലത്തിൻ തഖൂൽ, ഈസി ആയിട്ട് നീ അവരോട് പറയണ ഹാദാ ബാത്തിലുൻ, അപ്പറഞ്ഞത് ബാത്തിലാണ്, കളവാണ്, ആ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ അള്ളാഹുവിന്റെ എത് എന്നുള്ളത് ഖുർആൻ പറഞ്ഞു. അറബി ഭാഷയിൽ എത് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? കൈകൾ എന്നാണ്. ആ അർത്ഥം മാറ്റിയിട്ട് ഒരാൾ പറയണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഅമത്താണ്, അല്ലെങ്കിൽ ഖുദ്റത്താണ് എന്നൊരാൾ പറഞ്ഞാൽ നീ എന്ത് പറയണം? അത് ബാത്തിലാണ്, കളവാണ് പറഞ്ഞത്. കാരണം ലിഅന്നഹദ ഖിലാഫു മദ്ലൂലിഹാ ഫി ലുഗത്തിൽ അറബിയ, കാരണം അറബി ഭാഷയിൽ ആ പദത്തിന്റെ അർത്ഥത്തിന് വിരുദ്ധാണ് അത്. യദ് എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ നിയമത്ത് എന്ന അർത്ഥം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ലാഹിറായ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കണം. അറബി ഭാഷയിൽ യദ് എന്ന് പറഞ്ഞാൽ നിയമത്ത് എന്ന അർത്ഥം. കണ്ടോ, ആ കായിക പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വർത്താനം പറയണതായിട്ട് അതിൽ ബേജാറായിട്ട് കാര്യമില്ല. അപ്പൊ പേരോടിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടല്ലോ, അതിലയാൾ എന്തൊക്കെ പ്രതീക്ഷിച്ച് പറയും. അപ്പൊ അത് പോട്ടെ. അപ്പോ നിനക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റണം ആ പറഞ്ഞത് ബാത്തിലാണ്. കാരണം അറബി ഭാഷയിൽ അതിന്റെ മദ്ലൂല്, അതിന്റെ ആശയം, ആ പദത്തിന്റെ അർത്ഥം നിയമത്ത് നല്ല ഏതെന്നുള്ളതിന്റെ അർത്ഥം. വൽ ഖുർആൻ നസല ബിൽ ലുഅത്തിൽ അറബിയ, ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് വലാ നഖ്ബലു ഹാദ തഹരീഫ്, ഈ തഹരീഫ് നമ്മൾ അംഗീകരിക്കൂല. തഹരീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തെ മാറ്റുക, ഇല്ലാ ബിദലീൽ, തെളിവില്ലാതെ. ആ അർത്ഥത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. മിൻ കിതാബില്ലാഹി തആല ഔ സുന്നത്തി റസൂലിഹി ഔ മിൻ അഖ്വാലി സലഫ്, ഒന്നുകിൽ ഖുർആനിന് തെളിവ് വേണം, അല്ലെങ്കിൽ ഹദീസിന് തെളിവ് വേണം, അല്ലെങ്കിൽ സലഫുകളുടെ അഖ്വാലുകൾ ആ വിഷയത്തിൽ സ്ഥിരപ്പെടണം. ഇത് മൂന്നുമില്ലാതെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് മാറ്റാൻ പറ്റൂല.
ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ വരും. അത് നമുക്ക് ആ സന്ദർഭത്തിൽ പറയാം. ഒന്നുകിൽ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ ഹദീസിൽ വേണം, അല്ലെങ്കിൽ പിന്നെ സലഫുകളുടെ അഖ്വാലുകൾ ആ വിഷയത്തിൽ പറയണം. അവിടെ നിഅമത്ത് എന്ന് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഖുദ്റത്ത് എന്ന് പറയണമെങ്കിൽ. അതില്ലാത്തിടത്തോളം അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താ? ഏത് എന്ന് പറഞ്ഞാൽ കൈന്ന. അപ്പൊ അള്ളാഹുവിന് 2 കൈകളുണ്ട്. എന്നാൽ ആ കൈകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ രൂപം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കരുത്. അതല്ലെങ്കിൽ അത് സിറ്റികളുടെ പോലെ എന്ന് പറഞ്ഞിട്ട് അതിന് തംസീൽ പറയാനും പാടില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു സിഫത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആ നിഅമത്ത് ഖുദ്റത്ത് എന്നുള്ള വ്യാഖ്യാനം പറ്റൂല. വൈദഖാലക ഖായിലു, ഇനി ഒരാൾ പറഞ്ഞാൽ മുറാദു ബിസ്തിവാഇല്ലാഹി അലൽ അർശി, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ള ആയത്ത് ഖുർആനിൽ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ആ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരാൾ പറയാണ്. എന്ത്? ഇസ്തിലാഹു അലൈഹി, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്തില ആണെന്ന് ഒരാൾ പറഞ്ഞാൽ, ഇബ്നു സൈമീൻ പറയാണ്, അടുത്തൊരു സിഫത്ത് പറയണം. വിരലുകൾ ഉണ്ടെന്നുള്ള സിഫത്ത് പറഞ്ഞു, കൈകൾ എന്നുള്ള സിഫത്ത് പറഞ്ഞു. ഇനി ഇസ്തിവാ, അള്ളാഹു അവന്റെ സിംഹാസനസ്ഥനായിരിക്കുന്നു, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, അത് പറയുന്നതിന് പകരം അതിന്റെ അർത്ഥം മാറ്റുക. എന്ത്? ഇസ്തിലാ എന്ന് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ പറഞ്ഞത് ഇസ്തിലാ എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റെടുക്കുക, ആധിപത്യം ഏറ്റെടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം എന്നൊരാൾ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാലോ ഫഖുൽ പറയണ ഹാദാ ബാത്തിലുണ്ട്, അത് കളവാണെന്നുള്ളത് പറയണം. അത് കളവാണെന്ന് പറയണം. കാരണം എന്താ? ലിഅന്നൽ ഇസ്തിവാ അല ശൈഇ ലാ യഅനി അൽ ഇസ്തിലാ അലൈഹി ഫിൽ ലഗത്തിൽ അറബിയ, ഒരു സംഗതിയിൽ ഇസ്തിവാ ചെയ്തു എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്തിലാ എന്നാണ് അറബി ഭാഷയിൽ? അല്ല. ഇസ്തിവാ എന്നുള്ളത് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികാരം ഏറ്റെടുക്കുക എന്നുള്ളതാ. ഇസ്തവാ, ആരോഹണം ചെയ്തു എന്നുള്ളതാണ്, സിംഹാസനസ്ഥനായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതന്നെയാണ്. അത് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം അതാണ്. വൽ ഖുർആൻ നസല ബിൽ ലഗത്തിൽ അറബിയ, ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അറബി ഭാഷയിലാണ്, അറബിയിലാണ്. വമാ അനൽ ഇസ്തിവാഇ അല ശൈഇ ഫിൽ ലഗ, ഭാഷാപരമായിട്ട് ഇസ്തവാ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അൽ ഉലുവു അലൈഹി എന്നാണ്. അൽ ഉലുവു അലൈഹി ഉലുവൻ ഖാസ, പ്രത്യേകമായ രീതിയിൽ അതിന്റെ മീതെ ആയി എന്നുള്ളതാണ് അർത്ഥം. ഇസ്തവ അലൈഹി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണ്? അൽ ഉലുവു, അതിന്റെ മീതെയാവുക, അതിന്റെ മുകളിലാവുക എന്നുള്ളതാണ് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം. അതിന് ഇസ്തിലായി എന്നുള്ള ഒരു അർത്ഥം അറബി ഭാഷയിൽ അതിനില്ല. അധികാരം ഏറ്റെടുക്കുക എന്നുള്ളൊരു അർത്ഥം അതിനില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ, അവന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയാനൊരു മടിയാണ്. അപ്പൊ അള്ളാഹുവിനൊരു സിംഹാസനം ഉണ്ടെന്ന് വന്നില്ലേ, ആ സിംഹാസനമാണ് അള്ളാഹുവിനെ താങ്ങി. ഇതൊക്കെ അവരുടെ ദുർവ്യാഖ്യാനങ്ങളാണ്. അപ്പൊ അവരെന്ത് പറയും? അവൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹു സിംഹാസനസ്ഥനായി എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അള്ളാഹു അധികാരം ഏറ്റെടുത്തു, അർഷിന്റെ അധികാരം ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആകാശഭൂമികളുടെ ഭരണം ഏറ്റെടുത്തു എന്നതാണ് അതിന്റെ അർത്ഥം. അബുൽ മൗദൂദി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ അബ്ദുസലാം സുലമി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇസ്തവ അലൽ അർശി എന്ന് പറഞ്ഞാൽ സിംഹാസനസ്ഥനായി എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ആകാശഭൂമികളുടെ അധികാരം ഏറ്റെടുത്തു, അതിന്റെ ആധിപത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഇവരൊക്കെ വേറെയും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്ത്, കേരളത്തിലെ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ കാര്യങ്ങൾ പറയുമ്പോൾ. അങ്ങനെയൊക്കെ ആരാ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പോകും. തഫ്ഹീമുൽ ഖുർആൻ എടുത്തു നോക്കുക, അബുൽ അലാ മൗദൂദിന്റെ. ഇവിടെ സുമ്മസ്തവ അലൽ അർശി എന്നുള്ളതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അള്ളാഹു ആകാശഭൂമികളുടെ ആധിപത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താ? അത് ഉപവിഷ്ടനാവുക, അല്ലെങ്കിൽ ആരോഹണം ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അള്ളാഹു സിംഹാസനസ്ഥനായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ല ഞാൻ അധികാരം ഏറ്റെടുത്തു എന്നുള്ളതല്ല. അപ്പൊ അതെന്താണ്? അവിടെ ആ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കാൻ പറ്റൂല. അറബി ഭാഷയിൽ ഇതതിന്റെ കായിദയാണ്, അസ്മാ വസിഫത്തുകളുടെ കായിദയാണ്. ഖുറാനിലും ഹദീസിലും പറഞ്ഞത് എന്താണോ അത് അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞത് ആ ലാഹിറായ അർത്ഥത്തിൽ തന്നെ, അതിന്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് തെറ്റിയാലോ അഹ്ലുസുന്നത്തിന് തെറ്റും,
അതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്, അതാണ് ലോകത്ത് സംഭവിച്ചത്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചു. അതിന്റെ കാരണം രീതിയിൽ ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ ഇസ്തിലാ എന്നല്ല. ഇസ്തിലാ എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റെടുക്കുക, ഭരണം ഏറ്റെടുക്കുക, ആധിപത്യം സ്ഥാപിക്കുക, അതല്ല. അതിന്റെ അർത്ഥം ഉലൂവാണ്, മീതയാവുക, ഒന്നിന്റെ മീതയാവുക. അവിടെ സിംഹാസനത്തിന്റെ മീതയാവുക അല്ലെ. ഏറ്റവും മുകളിലുള്ള സൃഷ്ടി അതാണ് അർശ്, പിന്നെ കുർസി, പിന്നെ 7 ആകാശങ്ങള്, പിന്നെ അതിന്റെ ഇടയിലുള്ളത്, പിന്നെ ഭൂമി, പിന്നെ അതിന്റെ ഇടയിലുള്ള 7 ഭൂമി. ഇങ്ങനെയാണ് അതിൻ്റെത്. അതിലേറ്റവും വലുത് അള്ളാഹുവിന്റെ അർശാണ്. അപ്പൊ അവിടെ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം അത് അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് കായികയാണ്. എന്താ പത അധികാരം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റൂല. കാരണം ഫലാത്തതിരി പോലില്ലാഹിൽ അംസാർ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പോ ഇങ്ങനെയാണ് ആ വിഷയങ്ങൾ അവിടെ പഠിച്ചു പോകുന്നത്. വൈദ കാലൊക്കെ കാലം ഇനി ഇന്നോട് ഒരാൾ പറഞ്ഞാൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വവും അടുത്ത രായത്തിൽ തെളികൊണ്ടിരാണ്. ഉദാരതയുമുള്ള നിന്റെ റബ്ബിന്റെ വജ്ഹ് ബാക്കിയാകും. വയബ്ഖാ ബാക്കിയാകും. എന്ത്? വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ മുഖം മാത്രം ബാക്കിയാകും. മുഖം ബാക്കിയാകും. അതിന്റെ അർത്ഥം എന്താ? ഈ ആയത്ത് അതിലെന്താ? ഐ യബ്ഖാ സവാബുല്ലാഹ്, ഇങ്ങനെ നിന്റെ റബ്ബിന്റെ മുഖം ബാക്കിയാകുമെന്ന് പറയുമ്പോൾ അവരെന്താ അർത്ഥം പറയും? ആ മുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സവാബാണെന്ന് അർത്ഥം പറയും. എന്ത്? അള്ളാഹുവിന്റെ പ്രതിഫലാണെന്ന് അർത്ഥം പറയാം. അള്ളാഹുവിന്റെ പ്രതിഫലാണെന്നുള്ള അർത്ഥം പറയാം. നേരത്തെ പേര് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ പേര് പറയാത്ത ആൾക്കാരുണ്ട്. പേര് പറഞ്ഞ ആൾക്കാരുണ്ട്, പേര് പറയാത്ത ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെറുപ്പത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു യുക്തിവാദിയായ മാഷുണ്ടായിരുന്നു. പിന്നീട് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെ കേരളമിന്റെ പള്ളിന്റെ പ്രസിഡന്റ് വരെ പിന്നായി. അയാൾ ക്ലാസ് എടുക്കുമ്പോ നമുക്ക് ഓർമ്മയുണ്ട്, അയാളൊരു ചിത്രം വരക്കും. അള്ളാഹ്ക്ക് കൈയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മറുപടി അറിയും. കുട്ടികളോട് ചോദിക്കുകയാണ്, ഞങ്ങളോട് ചോദിക്കുകയാണ്, കൈയുണ്ടോ? ഇല്ല. കൈ മാച്ചു. അള്ളാഹ്ക്ക് കാലുണ്ടോ? അല്ല. കാല് മാച്ചു. അള്ളാഹ്ക്ക് മുഖമുണ്ടോ? അല്ല. മുഖം മാച്ചു. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മാച്ചിട്ട് അയാൾ പറയും, അപ്പൊ അള്ളാഹ് ഉണ്ടോ? ഇല്ല. അപ്പൊ അന്ന് പിന്നെ എതില്ലാത്ത ഇതൊന്നും സിഫത്തുകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ഇങ്ങനെയുള്ള കാര്യം ഇതിനെ പറ്റിയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടില്ലെന്താ? അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നത് മോശം, അള്ളാഹുവിന് കണ്ണുകൾ ഉണ്ടെന്ന് പറയുന്നത് മോശം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഖുറാഫികൾ വിശ്വസിക്കുന്നത് പോലെ. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ? അശ്അരിയത്ത്, കുല്ലാബിയത്ത്, അഹ്ലുസുന്നത്തിൽ നിന്ന് പിഴച്ചുപോയ ആൾക്കാരുടെ അഖീദതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇടയ്ക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അവരിതിനെ ദുർവ്യാഖ്യാനം. ഇപ്പൊ പേരോടെ പ്രസംഗിച്ചില്ലേ, കൈയുള്ള അള്ളാഹുവിലാണ് മുജാഹിദ് വിശ്വസിക്കുന്നത്, കണ്ണുള്ള അള്ളാഹുവിലാണ്, കാലുള്ള അള്ളാഹുവിനാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. കാലുള്ള അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അയാൾ കളിയാക്കി കുലുങ്ങി കുലുങ്ങി ചിരിച്ചിട്ടില്ല സ്റ്റേജിൽ വന്ന്. ഇത് നമ്മളെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ വജ്ഹി എന്നുള്ളതിന് എന്ത് വ്യാഖ്യാനിക്കാം? അവിടെ സവാബ് എന്നുള്ളത് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫഖുൽ നീ പറയണ ഹാദാ ബാത്തിലാണ്, ഇതെന്താണ്? ബാത്തിലാണ്, കളവാണാ പറഞ്ഞത് എന്നുള്ളത് പറയണം. കാരണം ലിഅന്നല്ലാഹു വസഫ വജ്ഹു, കാരണം അള്ളാഹുവിന്റെ മുഖത്തെ അവിടെ വിശേഷിപ്പിച്ചത് ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതാണ്. മഹത്വവും ഉദാരതയുമുള്ള മുഖമുള്ള അള്ളാഹു, മഹത്വവും ഉദാരതയുമുള്ള മുഖമുള്ള അള്ളാഹുവിന്റെ മുഖം ബാക്കിയാവുന്ന ഇവിടെ ആ മുഖത്തിന്റെ സിഫത്താണ് എന്ത്? ജലാലും ഇക്റാമും എന്നുള്ളത്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഫദു എന്നുള്ളത് സിഫത്തുൽ വജ്ഹിഹി, അത് അള്ളാഹുവിന്റെ വജ്ഹിന്റെ സിഫത്താണ് ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത്. വമഅലൂമുൻ അന്ന സവാബ ലാ യൂസഫു ബി അന്നഹു ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ സവാബ് എന്നുള്ളത് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, അവിടെ അള്ളാഹുവിന്റെ പ്രതിഫലം എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ അവിടെ ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് പറയാം? മഹത്വവും ഉദാരതയുമുള്ള പ്രതിഫലം എന്നോ? അപ്പോൾ അള്ളാഹുവിന്റെ വജ്ഹിനുള്ള സിഫത്താണത് ദുൽ ജലാലി വൽ ഇക്റാം, ജലാലി വൽ ഇക്റാം എന്നുള്ളത്. അവിടെ പ്രതിഫലം അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അതിനോട് ശരിയാണ്. അപ്പൊ അങ്ങനെ സവാബ് എന്നുള്ള അർത്ഥം കൊടുക്കുക. അതുകൊണ്ട് വസ്ബുത്ത്, നീ അടിയുറച്ചു നിൽക്കണം. അല ഹാദൽ മൻഹജി, ഈ മൻഹജ്, ഇതാണ് മൻഹജ് എന്ന് പറയുന്നത്. മനസ്സിലാണ്ടല്ലോ, ഇതാണ് മൻഹജ്. ഈ മൻഹജിൽ അടിയുറച്ചു നിൽക്കണം. തസ്ലം മിനൽ ബിദഅഇ ളാല, എങ്കിൽ എന്ത് ചെയ്യാം? ഈ ബിദഅത്തിന്റെ ആൾക്കാരിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റും.
ഫൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദറ താക്കീദ് ചെയ്തിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിനൽ ബിദായത്തുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇയ്യാകും വ മുഹ്ദസാത്തിൽ ഉമൂർ. അറിയാലോ, പുതിയ കാര്യങ്ങളെ, ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായിട്ടുണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്തുകളാണ്. അവിടെ ആ വരി ഒന്നുകൂടി ശ്രദ്ധിച്ചോ. വസ്ബുത്ത്, നീ അടിയുറച്ചു നിൽക്കണം. അല ഹാദൽ മൻഹജി, ഈ മൻഹജില്, ഇതാണ് മൻഹജ് എന്ന് പറഞ്ഞത്. എങ്കിൽ എന്ത് ചെയ്യാം? ആ ബിദ്അത്തിന്റെ ആൾക്കാരിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതാണ് മാനദണ്ഡം ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ സിഫത്തുകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യത്തിലാണെങ്കിലും ഇതിനാണ് നമ്മൾ മൻഹജ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്, എല്ലാവരും പറയുന്നത് ഖുർആനും സുന്നത്ത് എന്നുള്ളതല്ലേ, എല്ലാവരും ഖുർആനും സുന്നത്തൊക്കെയാണ് ക്ഷണിക്കുന്നത്, എല്ലാ സംഘടനയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ അഹ്ലുസുന്നയാണെന്നുള്ളത് തിരിച്ചറിയുള്ള മാനദണ്ഡം എന്താ? ഇത്തരത്തിലുള്ള സിഫാത്തുകൾക്ക് അവരെന്താണ് അർത്ഥം പറയുന്നത് നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കണമെന്ന് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെ അവരെങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. മനസ്സിലാക്കാൻ വളരെ പെട്ടെന്നുണ്ട്. അത് ആ മനഹജ് അനുസരിച്ചിട്ടാണെങ്കിൽ അഹ്ലുസുന്ന, അതല്ലെങ്കിൽ ആ മനഹജിൽ നിന്ന് തെറ്റി. അപ്പോ വസ്ബുത് അല ഹാദൽ മൻഹജി തസ്ലം മിനൽ ബിദഅഇൽ ളാല, ആ മനഹജിൽ നീ, ഈ മനഹജിൽ നീ ഉറച്ചു നിൽക്കണം. അതാണ് എന്റെ രക്ഷാമാർഗം. അതാണ് ഇത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണെന്ന് പറയുന്നത്, അല്ലെ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സുന്നത്ത് എന്നുള്ളത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ അഖീദയാണ്, ഈ മൻഹജാണ്. അല്ലാതെ ചെയ്താൽ കൂലിണ്ട്, പിന്നെ ചെയ്തിട്ടില്ലെങ്കിൽ കൂലി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലല്ല സുന്നത്ത്. അതതിന്റെ ഫിഖിയായിട്ടുള്ള അർത്ഥമാണ്. ഈ കപ്പലിൽ കയറിയ ആൾക്കാർ രക്ഷപ്പെട്ടു, ഇതാണ് ആ സുന്നത്ത്. ഈ സുന്നത്ത് അടർച്ചു നിൽക്കുന്ന ആൾക്കാർ, ഇതാണ് അഹ്ലുസുന്ന. അപ്പൊ ആ മൻഹജ് അംഗീകരിക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള വിഷയത്തിലാണെങ്കിലും അസ്മാകളെ കുറിച്ചുള്ള വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത ഹദീസുകളെ വിശദീകരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇതാണ് അതിന്റെ ഖായിദ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം